പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞങ്ങൾക്ക് ഈ ഡെയിലി ബ്രെഡ് കിട്ടുന്ന ഈശോയെ, ഇന്നത്തെ മക്കളുടെ ആവശ്യത്തിന് അങ്ങനെ പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെ കർത്താവ് നിന്നെ വിശുദ്ധമായ രക്തത്താൽ
നിന്നെ സ്പർശിക്കട്ടെ. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ദൈവികമായ ചൈതന്യം ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തി നഷ്ടപ്പെട്ടവരുണ്ടാകാം, പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുണ്ടാകാം, വിശ്വാസം തണുത്തു പോയവരുണ്ടാകും. അവരുടെ മേലെല്ലാം കർത്താവ് ശക്തി പ്രവർത്തിക്കട്ടെ. ചില വീടുകൾ ഭവനരഹിതരുണ്ടാകും, ഭവനത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ടാകും. ഇവിടുന്ന് വല്ലപാടും പോയി ഒളിച്ചാൽ മതി, ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ടാകും. ചില വ്യക്തികളെ കൊണ്ട് നീ വേദനിക്കുന്നുണ്ടാകും. അവരെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവെ, എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് ഒരു വഴിയും കാണാതിരിക്കുന്നവർക്ക് ഇന്ന് നീ വഴി കാണിക്കണം കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ന് നമുക്ക് വേറെയാണ്. സാത്താൻ്റെ വേറെ രണ്ടാമത്തെ പ്രലോഭനം എന്താ? സാത്താൻ്റെ അതൊരു സ്റ്റാറ്റസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പറ. ലൂക്കായുടെ സുവിശേഷം 4:5 പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. നേരത്തെ അവന്റെ സ്റ്റാറ്റസ് ക്വസ്റ്റ്യൻ ചെയ്ത പിശാച് ഇപ്പോൾ അവന് പുതിയ സ്റ്റാറ്റസ് കൊടുക്കുകയാണ്. അത് സ്റ്റാറ്റസാണ്, പുതിയ സ്റ്റാറ്റസ്. എന്താ പറയണത്? ഈ കണ്ടിരിക്കുന്ന ഉയർന്ന സ്ഥലം, ഉന്നത സ്ഥാനം, ഈ ഉന്നത സ്ഥാനം നിനക്ക് തരാം. നിന്റെ സ്റ്റാറ്റസ് ഞാൻ അപ്ലിഫ്റ്റ് ചെയ്യാം. എന്താണ്? എന്ത് ചെയ്യണം? നീ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? നിന്റെ സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്യണം. എന്ത് ചെയ്യണം? നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കുന്നു. ഇത് അന്തർസംഘർഷമാണ് ഈശോയുടെ ഉള്ളിൽ പോണ കാര്യം. ഈ സ്റ്റാറ്റസിനെ കുറിച്ച് തന്നെയാണ് 4:9 അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ. യേശുക്രിസ്തുവിന്റെ അപ്പൊ ദൈവപുത്രനായതുകൊണ്ട് പിശാചിന് മുമ്പിൽ കുമ്പിടത്തില്ലല്ലോ. അപ്പൊ ഈശോ അത് അസർട്ടൈൻ ചെയ്യും, താൻ ദൈവപുത്രനാണെന്നുള്ളത് ആ സ്റ്റാറ്റസ് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഉടനെ എന്താ ചെയ്യണത്? പിന്നെ ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോകും. എന്നിട്ട് പറയും, നീ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ സ്റ്റാറ്റസ്? എന്താ അതിൻ്റെ സ്റ്റാറ്റസ്? ദൈവപുത്രൻ. അപ്പം എന്നിട്ട് എന്താ പറയണത്? നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അതായത് ഓരോരോ പ്രലോഭനത്തിൻ്റെ സമയങ്ങളിൽ വന്നിട്ട് എല്ലാം നിങ്ങൾ നോക്കണം. അതായത് എനിക്ക് ദൈവമായിട്ട് സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്താണെന്ന് അറിയാം. ദൈവമായിട്ട് നമ്മൾക്ക് എൻഗേജ്ഡ് ആകാൻ വേണ്ടി, കൃപയെ ധരിക്കാൻ വേണ്ടി നമ്മളൊരു പരമ്പരാഗതമായ ഒത്തിരി മെഷീനറി ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്താണ് ഉപവാസം, ഓക്കെ ഗുഡ്. പ്രാർത്ഥന, ഓക്കെ ഗുഡ്. അതുപോലെ തന്നെ ദാനധർമ്മം, ഓക്കെ ഗുഡ്. അപ്പോൾ അതുപോലെ തന്നെയാണ് വിശ്വാസ കൈമാറ്റം, ഓക്കെ ഗുഡ്. പക്ഷേ വിശ്വാസ കൈമാറ്റത്തിനും ദാനധർമ്മത്തിനും മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദാനധർമ്മത്തിനുള്ളതും വിശ്വാസ കൈമാറ്റത്തിനുള്ളതുമായിട്ടുള്ള ആ കൃപ കണ്ടെയ്ൻ ചെയ്യാൻ നമ്മളെ തന്നെ കൃപയുടെ വാഹകരാക്കുന്നതാണ് ഈ സ്റ്റാറ്റസ് ലോയും കൊണ്ട്
ഉദ്ദേശിക്കണത്. ശരിക്കും പരിശുദ്ധ അമ്മയെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അപ്പോൾ ഈ മേരി ഗ്രേസിൻ്റെ വിഷയം എന്താ? മേരി ഗ്രേസ് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അറിയണത് 15 ക്വസ്റ്റ്യൻ കണ്ടില്ല. ധൃതിക്ക്, വെബ്രാളത്തിൽ, വ്യഗ്രതയിൽ കാണാതെ പോയി. പക്ഷേ സങ്കടം എന്താ? ആ ക്വസ്റ്റ്യൻ എല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, അതാണ് പോയത്. അപ്പോൾ ജീവിതം തീർന്ന്. ഇതെല്ലാം അതെ ഒന്ന് കറുപ്പിക്കാൻ സമയം കിട്ടിയാൽ മതി. ഇതെല്ലാം ഡാർക്കൻ ചെയ്യുന്ന പരീക്ഷയാണ്. ഒന്ന് കറുപ്പിച്ചാൽ മതി. അറിയാവുന്നതാണ്, കറുപ്പിക്കാൻ ഒത്തില്ല. പക്ഷേ ഇവളുണ്ടല്ലോ, ഷീസ് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെയൊക്കെ ഒന്ന് തോന്നിവാസം പറയാഞ്ഞത്. ചില വിഡ്ഢികൾ ഇങ്ങനെയുള്ള അവസ്ഥ വന്നാൽ ആദ്യം ദൈവത്തിൻ്റെ കഴുത്തേക്ക് ദൈവത്തിനെ പ്രതിയാക്കും. ദൈവം എൻ്റെ ആയിരുന്നു അവിടെ, എന്നെ ഒന്ന് ഓർപ്പിച്ച് തന്നാൽ മതിയാതില്ല, എന്നത് കാണിച്ചു തന്നാൽ മതിയായില്ല. പക്ഷെ മറിയം മിണ്ടത്തില്ല, നെഗറ്റീവ് സംഭവിച്ചാൽ മിണ്ടത്തില്ല. മേരി ഗ്രേസ് മിണ്ടിയില്ല കേട്ടോ. അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നോ അറിയാതെ മിണ്ടായിരുന്നോ നമുക്കറിയത്തില്ല. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ, രാത്രി ആയപ്പോൾ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് ഗവൺമെൻറ് പി എസ് സിയുടെ ആൻസർ കീ പബ്ലിഷ് ചെയ്ത്. ആൻസർ കീ പബ്ലിഷ് ചെയ്തപ്പോൾ എന്താ സംഭവം? ഇവൾ ഞെട്ടിപ്പോയി. കാര്യം ഇവൾക്ക് അറിയാമായിരുന്ന ചോദ്യങ്ങളല്ല, ഇവൾ എഴുതി ആ ചോദ്യങ്ങൾക്ക് ഇവൾ ഉദ്ദേശിച്ചിരുന്ന ആൻസറല്ല വന്നിരിക്കുന്നത്. അതാണ് പ്രശ്നം. അവൾ മനസ്സിൽ കണ്ട ആൻസറല്ല ആൻസർ കീയിലുള്ളത്. എങ്ങനെ ഇവൾ മനസ്സിൽ കണ്ടത് ഈ ചോദ്യങ്ങൾ മാതാവ് ഇവളെ കാണിക്കാതെ മറച്ചത് കൊണ്ടാണ് പ്രശ്നമായി. അപ്പം മാതാവ് ഈ ചോദ്യങ്ങളെ ഇവൾ എഴുതി തെറ്റിക്കൊന്ന് മനസ്സിലാക്കിയിട്ട് ഇവളെ കാണിക്കാതെ അമ്മ അത് മറച്ചു കളഞ്ഞേ. ഇവളെങ്ങാനും അത് അറ്റൻഡ് ചെയ്തെങ്കിൽ എല്ലാം നെഗറ്റീവായി പോയണം. എന്താ കാര്യം? ഇവൾ ഉദ്ദേശിക്കണ മറുപടിയല്ല അതിന് കൊടുക്കേണ്ടത്. ആൻസർ കീയിൽ വേറെ ഉത്തരങ്ങളാണ്. അപ്പോൾ ഇവളെങ്ങാനും അത് കറുപ്പിച്ചെങ്കിൽ നെഗറ്റീവ് മാർക്ക് അടിക്കും. ഉള്ള മാർക്ക് കൂടി പോയണം. അവൾ അമ്മയോട് ഇത്രേ ചോദിച്ചോളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയെ ചേർക്കുമ്പോൾ പറയുമ്പോൾ 100 പേരിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടത്തില്ല. എൻ്റെ അവസാനത്തെ ജോലിയാണ്. 100 പേരാണ് വിളിച്ചിരിക്കണത്, 100 പേർക്കാണ് ഉദ്യോഗം ഉള്ളത്. എഴുതാൻ ചിലപ്പോൾ 7000 പേരെ വല്ലതും ആയിരിക്കും. ഈ 100 പേരുടെ ഉള്ളിൽ എൻ്റെ പേര് വന്നില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടത്തില്ല. അമ്മയുടെ കയ്യിലാണ് അതെന്നും പറഞ്ഞാണ് ഇവിടെ ഇറങ്ങണത്. ഈ 100 പേരുടെ ഉള്ളിൽ ഇത് വരാൻ വേണ്ടിയാണ് ഈ ആൻസർ ഇവിടെ ക്വസ്റ്റ്യൻ കാണിക്കാതിരുന്നത്. ഇപ്പം എത്ര പേരിൽ അവർക്ക് ആൻസർ വന്നപ്പോൾ എത്ര വന്നിരിക്കുന്നത്? 43 നമ്പറായിട്ട് വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ശക്തിക്ക് മുമ്പിൽ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് തിടുക്കത്തിൽ ഒരിക്കലും ദൈവമായിട്ട് ഒരു നീരസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. വളരെ കരുതലോടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. തിടുക്കത്തിൽ ദൈവമായിട്ട് ഒരു നീരസം ഉണ്ടാക്കുക. ശരിയും അതങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ഒക്കത്തില്ലത്. നിങ്ങൾ ബ്രാൻഡഡ് ആകും. ഇത് തന്നെയാണ് എല്ലായിടത്തും വരണത്. കാര്യം ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട്, യൂത്തിനോട് എപ്പോഴും പറയും, മക്കളെ പയറ്റി ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ബിസിനസ് എന്ന് പറയും. അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ പറയണത്. ഞാൻ പറഞ്ഞ മക്കളെ, ഭക്തിയും ഒരു ബുദ്ധിപരമായ പ്രക്രിയയാണ്, ഇമോഷണലായിട്ടല്ല. നമുക്ക് ഭക്തിയെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നത് ഇമോഷണലായിട്ടുള്ള വിഷയം, വൈകാരികമായ എന്തോ പ്രകടനങ്ങളാണ് ഭക്തിയായിട്ട് വരും. ഭക്തി പ്രകടനമെന്നല്ലേ പറയണത്. ഭക്തി പക്ഷേ വൈകാരികമായ പ്രകടനമല്ല, അതൊരു ട്രാൻസാക്ഷനാണ്, ഇൻ്റലിജൻറ്റ് ട്രാൻസാക്ഷനാണ്, ബുദ്ധിപരമായ ഒരു ഇടപെടലാണ്, ബുദ്ധിപരമായിട്ടുള്ള. സ്കാർഡാകാതിരിക്കാൻ വേണ്ടി നോക്കണം. സ്കാർഡാകാതിരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗർഭിണികളുടെയൊക്കെ ശരീരത്തിൽ ബോഡി ലൂസാകത്തില്ലേ? അപ്പോൾ പിള്ളേരൊക്കെ തൊടുമ്പോൾ അവർ തൊടിയിക്കത്തില്ല ശരീരത്തിൽ.
അത് പാട് വീഴോടാ അല്ലേ, നമ്മൾ ഇളമ കൊണ്ട് നിൽക്കണം എന്നൊക്കെ പറയത്തില്ലേ, ബോഡി ലൂസ്ഡ് ആകണം. അവിടെ ഒരു ആരെങ്കിലും അത് കുഞ്ഞു പിള്ളേരെല്ലാം മാന്തിക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ കൂടെയുള്ള മൂത്ത കുട്ടികളൊക്കെ അമ്മയൊക്കെ പിടിച്ച് വലിക്കൊക്കെ ചെയ്യുമ്പോഴേ പാട് വീണാൽ പിന്നെ പോകത്തില്ലത്. ഇതെന്നാ പറഞ്ഞ പോലെയാണ് ദൈവമായിട്ടുള്ള ഏർപ്പാട്. ദൈവത്തിൻ്റെ നമ്മുടെ ആത്മാവിൽ പാട് വീഴാതിരിക്കാൻ നോക്കണം. എന്നുവെച്ചാൽ മറിയത്തെ പോലെ ആകണമെന്ന് വൈ ഐ ആം പ്രൊമോട്ടിങ് മേരി. ഞാനൊരു നിത്യസായ മാതാവിനല്ല നിങ്ങളുടെ അടുത്ത് പ്രൊമോട്ട് ചെയ്യണത്. ഞാൻ പ്രൊമോട്ട് ചെയ്യണത് കൃപാവര മധ്യസ്ഥയാണ് പ്രൊമോട്ട് ചെയ്യണത്. കൃപാസന മാതാവ് എന്ന് പറയുന്നത് ആരാണ്? കൃപാവര മധ്യസ്ഥയാണ്, മദർ ഓഫ് ഗ്രേസാണ്. വിമലാംബികയായാലും ശരി, കൃപാസന മാതാവായാലും ശരി, അവിടെ നമ്മളുടെ കവാടത്തിലിരിക്കുന്ന മജ്ഗോറ അമ്മയായാലും ശരി, മദർ ഓഫ് ഗ്രേസാണ് കൃപാസന മാതാവ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്യണത് മദർ ഓഫ് ഗ്രേസാണ്, കൃപാവര മധ്യസ്ഥയാണ്. നമുക്കറിയാമല്ലോ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. യോഹന്നാൻ 1:16. യോഹന്നാൻ 1:16. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ആധ്യാത്മിക പൂർണ്ണതയിലേക്ക് പോവുകയല്ലേ. ആധ്യാത്മിക പൂർണ്ണതയിലേക്ക് നമ്മൾ എന്നും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. നമ്മൾ വളരുമ്പോൾ ആധ്യാത്മിക പൂർണ്ണതയിലേക്കാണ് പോണത്. ലെസ് കംപ്ലൈൻസ് എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അപ്പോൾ നിങ്ങൾ വളർച്ചയുടെ പാതയിലാണ്. ലെസ് കംപ്ലൈൻസ് എന്ന് വെച്ചാൽ പരാതികൾ കുറഞ്ഞു വരിക, പരിഭവങ്ങൾ കുറഞ്ഞു വരിക, ജീവിതത്തിൽ നിരാശകൾ കുറഞ്ഞു വരിക. ലെസ് കംപ്ലൈൻസ് ആകുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണതയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും, അല്ലേ? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 4:13. യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. എന്താ പ്രോബ്ലം വെച്ചാൽ നമ്മളിങ്ങനെ ആത്മാവിൽ നിറയുന്നതനുസരിച്ചുകൊണ്ട് പരാതികൾ, പരിഭവങ്ങൾ, നിരാശകൾ കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ നിരാശ കുറയാനും പരാതികൾ കുറയാനും ദൈവമായിട്ട് യുദ്ധം ചെയ്യാനും മോന്തം കയറ്റി നടക്കാതിരിക്കാനൊക്കെ നല്ലത് പരിശുദ്ധാത്മാവിൽ നിറയുക തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ പരാതി ഒരിക്കലും ദൈവത്തെ പറയരുത്. കാര്യം അപ്പോൾ തന്നെ ബ്രാൻഡഡ് ആകും. കാര്യം പരാതി എന്ന് പറയുന്ന സാധനം ദൈവം എടുക്കുന്നത് നിങ്ങൾ പറയുന്ന ഭാഷയിലല്ല. ഒരു പരാതി പറഞ്ഞപ്പോൾ എന്നായിരിക്കാൻ, അങ്ങനെയല്ല. അതിന് വേറെ രീതിയിലാണ് അവിടെ കൗണ്ട് ചെയ്യണത്. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞാൽ എന്താ രണ്ടാ എഴുതിയെടുക്കണമെന്ന് നമ്മൾ പറയും. പക്ഷേ സെമിനാറിലെ അച്ഛന്മാരതല്ല പറയണത്, ദൈവവിളിയില്ലെന്ന് അവർ പറയണത്. അതുപോലെ നിങ്ങൾ പരാതിപ്പെട്ട ദൈവം കൗണ്ട് ചെയ്യണത് ആത്മാവിൻ്റെ പ്രവർത്തനമില്ല, ജഡിക സ്ത്രീയാണെന്നാണ് പറയണത്. അയ്യോ, എന്നാ കഷ്ടമാണല്ലേ. ആത്മാവിൻ്റെ നിങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൻ്റെ പ്രവർത്തനമല്ല, ജഡിക സ്ത്രീയാണ്. ലോകത്തിൻ്റെ ആത്മാവിലാണ് നയിക്കപ്പെടുന്നത്, പരിശുദ്ധാത്മാവിനല്ല. അപ്പോൾ 8:14 വർക്കൗട്ട് ചെയ്യ ഉടനെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിന്റെ മക്കളാണ്. മനസ്സിലായില്ലേ? നമ്മൾ പരാതി പറഞ്ഞാൽ ദൈവം എന്താ കണക്കാക്കേണ്ടത്? ആത്മാവിനല്ല നയിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേ നമ്മളെ ലോകത്തിൻ്റെ സന്തതിയായിട്ടാണ് ദൈവം കൗണ്ട് ചെയ്യണത്, അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. റോമ 8:17. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. പറഞ്ഞേ, നാം മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, പരാതികൾ വന്നു, പരിഭവങ്ങൾ വന്നാൽ അപ്പം തന്നെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല. പിന്നെ ലോകാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നതെങ്കിൽ
പിന്നെ ദൈവത്തിൻ്റെ മക്കളല്ല, പിന്നെ അവകാശികളുമല്ല. തീർന്ന പരിപാടി. ഇത് ഇവിടം കൊണ്ട് എത്തത്തില്ല. ഈ സംഭവം പെട്ടെന്ന് പറഞ്ഞാൽ തീരത്തില്ല. ഇത് അമ്മയ്ക്ക് നല്ലവണ്ണം അറിയാവുന്ന കൊണ്ടാണ് പ്രസവിച്ച് കട്ടൻ ചായ പോലും കിട്ടാതെ ഈ പാതിരക്ക് കിടക്കുമ്പോഴും പല പ്രാകൃതം പിടിച്ച മനുഷ്യരും വരുമ്പോഴും മിണ്ടാണ്ടിരിക്കുന്നതാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവിനാൽ അമ്മ നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം എന്താണെന്നറിയാമോ? ഒരു ചോരക്കുഞ്ഞിനെ പെറ്റ രാത്രിയിൽ പ്രാകൃതം പിടിച്ച മനുഷ്യർ ഒരു പട്ടിക്കുഞ്ഞ് ഒരു പട്ടി പറ്റി കിടക്കണ പോലെ കിടക്കേണ്ടി വന്ന സാഹചര്യത്തിൽ മിണ്ടാതിരുന്നതാണ് ആത്മാവ് നയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പിന്നെ അടുത്ത നടപടി എന്താണ്? അമ്മ നിങ്ങൾക്കറിയാവില്ല, അമ്മയെ കണ്ടപ്പോൾ മാലാഖ എന്താ പറഞ്ഞത്? അത് എന്താ പറഞ്ഞത്? ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 1:28. ലൂക്ക 1:28. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അസസ്മെൻ്റാണ്, ഒരു ഇൻറ്റേർണൽ അസസ്മെൻ്റാണ്. നിങ്ങൾക്ക് കോളേജൊക്കെ പഠിക്കുന്നവർക്ക് അറിയാമല്ലോ, ഇൻറ്റേർണൽ അസസ്മെൻ്റ് ഉണ്ടാവും അല്ലേ? സമരക്കാരൊക്കെ കോളേജിലൊക്കെ സമരമൊക്കെ ഒതുങ്ങി എങ്ങനെയാണ് ഈ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് വന്നപ്പോഴല്ലേ? ഈ ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്നും പറഞ്ഞ സാധനമുണ്ട്. ആന്തരികമായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് ഇവാലുവേഷനാണത്. അപ്പോൾ ആന്തരിക ഇവാലുവേഷൻ അതിപ്പോൾ ഓരോരുത്തർക്കും അല്ലേ പ്രശ്നം. അവിടെ സ്വഭാവം അതിൻ്റെ അകത്തുണ്ട്, അത് മാർക്കുണ്ട്. അതിന് കോളേജിലെ പെരുമാറ്റ രീതികൾക്ക് മാർക്കുണ്ട്. ആ ഇൻറ്റേർണൽ അസസ്മെൻ്റാണ് കറക്റ്റ് അസസ്മെൻറ്റ്. ദൈവത്തിന് മറിയത്തെക്കുറിച്ച് നല്ല ഇൻറ്റേർണൽ അസസ്മെൻ്റ് ഉണ്ട്, നമ്മളെക്കുറിച്ചുണ്ടേ. അതാണ് പ്രശ്നം. നമ്മളതാണ് ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്തായിരിക്കും, ആന്തരിക വിലയിരുത്തൽ എന്തായിരിക്കും, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ച് പാപം ഉപേക്ഷിച്ച കൊണ്ട് തന്നെ ഇവിടെ ചെന്ന് അവസാനിക്കണില്ല, ഈ വിഷയം തീരണില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ എക്സ് ഓർ വൈ, വിൽസൻ്റെ ഒരു മറിയാമ്മ, ദൈവത്തിന് നീ മകളാണല്ലോ അല്ല മകനാണല്ലോ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആന്തരിക വിലയിരുത്തൽ എന്താണ്? അതാണ് ഉടമ്പടിയിൽ പെട്ടെന്ന് കത്താനും താമസിക്കാനും ഇടയാകുന്ന കണ്ടൻറ്റ്. ദ കണ്ടൻറ്റ് ഓഫ് റെഫറൻസ്. കവനൻ്റിൽ ദ കണ്ടൻറ്റ് ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിനെക്കുറിച്ചുള്ള നിൻ്റെ ആന്തരികമായ വിലയിരുത്തലാണ്. നീ ആരാണെന്നാണ് ഈശോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോസ്തലന്മാരോട്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് തന്നെയാണ് നമുക്കും വരേണ്ടത്. നിങ്ങൾ ആരാണെന്ന്, അല്ലെങ്കിൽ ഞാൻ ആരാണെന്നാണ് ദൈവം പറയുന്നത്. ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ള ഏറ്റവും നല്ലൊരു പോയിൻ്റാണിത്. നിങ്ങളന്ന് ആത്മശോധന ചെയ്യണം, നല്ലതായിരിക്കും. ഒരു ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, നിങ്ങൾ ആരാണെന്നാണ് ദൈവം പറയണത്. മറിയത്തെക്കുറിച്ച് നല്ല ഇൻറ്റേർണൽ അസസ്മെൻ്റാണ്. എന്താ പറഞ്ഞിരിക്കണത്? ലൂക്ക 1:28 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അപ്പോൾ മറിയം ആരാണ്? ദൈവകൃപ നിറഞ്ഞവൾ. അതാണ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, ആന്തരിക വിലയിരുത്തൽ. മറിയം ആരാണ്? ദൈവകൃപ നിറഞ്ഞവൾ, ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞവളാണ്. പക്ഷേ എന്താ പ്രശ്നം? ഈ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം ആ പഠനവും പാഠശാലയും ഒന്നും നിർത്തത്തില്ല. അമ്മയോട് ദൈവം അത്രയേ പറഞ്ഞിരിക്കണം, മറിയമേ നീ പഠിക്കാൻ അത്രയും പഠിച്ചോളാൻ പറയും, പഠിക്കണം അത്രയും പഠിക്കാം. അതുകൊണ്ട് അടുത്ത പാഠം കൊടുക്കും. എന്താ അടുത്ത പാഠം? ഈജിപ്തിലോട്ട് പറഞ്ഞു വിടി ചോരക്കുഞ്ഞിനെയും കൊണ്ട്. വല്ല കഥയുണ്ടാ? നേരെ വീട്ടിൽ പോയാൽ പോരെ? വീട്ടിൽ നിന്നല്ലേ വന്നത് ഇവർ. ഇപ്പം മറിയത്തിൻ്റെ മനസ്സിലെന്താണ്? ഈ ബെത്ലഹേമിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ പോകണം, 10-90 ദിവസം റെസ്റ്റ് എടുക്കണം, വല്ല ലേഖ്യമോ കുഴമ്പോ എന്താണ് ഉള്ളതൊക്കെ കഴിച്ച് അവിടെ പ്രസവ രക്ഷയൊക്കെ കഴിഞ്ഞിരിക്കണമെന്നാണ് ഞങ്ങൾ പുള്ളിക്കാരെ ഉദ്ദേശിക്കണത്. പക്ഷേ ദൈവം അത് ഉദ്ദേശിക്കണില്ല. എന്ത് ചെയ്യും? ദൈവം പറയും ഈജിപ്തിൽ പോയിക്കൊള്ളാൻ പറയും. അവിടെ ഒരു രക്ഷയുമില്ല, അവിടെ ഭക്ഷണം കിട്ടാൻ പാടാണ്, അവസരപ്പിതാൻ അറിയാവുന്ന പണിയും അവിടെ ഇല്ല. എല്ലാം കൊണ്ടും കൺഫ്യൂഷനിലേക്കാണ് വിടണത്. പോകാതിരിക്കാൻ പറ്റത്തില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നല്ല പറയണത്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. പക്ഷേ മറിയത്തെ പോലെയുള്ള ഒരാളിന് ഈ കൃപ നിറയണമെങ്കിൽ ഈ മനുഷ്യന്മാർക്കും പറ്റും, ആർക്ക് വേണമെങ്കിലും പറ്റും, എനിക്കും പറ്റും. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ കൃപ നിറയാൻ പറ്റും. ഇവിടെ പ്രോബ്ലം വെച്ചാൽ ദൈവം ഉദ്ദേശിക്കുക അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അവർക്ക് അഡീഷണൽ ഗ്രേസ് ഉണ്ട്. എന്താണ്? കൃപയ്ക്ക് മേൽ കൃപ. അതാണ് പ്രശ്നം. ഈ മറിയത്തെ ഇട്ടുണ്ട് കുരിശെല്ലാം ഇടണം. എന്താണ്? നിങ്ങളെപ്പോഴും ഓർത്തേക്കണം, നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടും കുരിശ് കൂടുന്നുണ്ടെങ്കിലേ സബ്ജക്റ്റ് നിങ്ങൾ പറഞ്ഞ ഉടമ്പടി വെച്ചിരിക്കുന്ന സബ്ജക്റ്റ് അല്ല.
എൻ്റെ മക്കളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉടമ്പടി വെച്ചിട്ടും ചില വിഷയങ്ങൾക്ക് കുരിശ് കൂടുന്നുണ്ടെങ്കിലേ ദൈവം ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് അല്ല, അത് കൃപയാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കല്ലേ യോഹന്നാൻ 1:16 പറയുന്നു, കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൈകെട്ടിയിരുന്ന കൃപയ്ക്ക് മേൽ കൃപ കിട്ടത്തില്ല. കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുന്നത് ക്രോസ് അപ്പോൺ ക്രോസ് വരുമ്പോഴാണ്. കുരിശിന് മേൽ കുരിശ് വരുമ്പോൾ ഓർക്കുക, ഇത് കൃപയ്ക്ക് മേൽ കൃപയുള്ള തരാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നടപടിക്രമമാണെന്ന് കൈയിടിച്ച് കർത്താവ്. അതിന്റെ കൃപ നിറയ്ക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ